الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه الفائزين أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള മഹത്തായ ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനത്തിനൊക്കെ കാരണക്കാരായ ആരെല്ലാമുണ്ടോ, നന്മയിൽ നമ്മോടൊപ്പം സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മനുഷ്യരായ നമ്മൾ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അകപ്പെടാറുണ്ട്. ജീവിതത്തിൽ സന്തോഷങ്ങളും സുഖങ്ങളും അതോടൊപ്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട്. അല്ലാഹു സന്തോഷം നൽകുമ്പോൾ അതിന് നന്ദി ചെയ്യലും, പ്രയാസങ്ങൾ തരുമ്പോൾ അത് ക്ഷമിക്കേണ്ടതും വിശ്വാസിയുടെ ബാധ്യതയാണ്. നന്മ നൽകുമ്പോൾ അതിരുവിട്ടുകടന്ന് അല്ലാഹുവിനെ മറന്ന് അവൻ ചെയ്ത അനുഗ്രഹങ്ങളാണ് നാം ആസ്വദിക്കുന്നത് എന്ന് ചിന്തിക്കാതെ അവനിഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ നീങ്ങി അതിന് നന്ദികേട് കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിൽ പ്രതികേട് കാണിച്ച് തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച് തനിക്ക് ഇത്രകാലം മറ്റു സൗകര്യങ്ങളൊക്കെ നൽകുകയും എല്ലാ അനുഗ്രഹങ്ങളും തരികയും ചെയ്ത റബ്ബിനെ മറന്ന് ക്ഷമിക്കാതെ പ്രതികേട് കാണിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഈ പ്രതികേട് കാണിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തനിക്ക് വന്നുപെട്ട പ്രയാസങ്ങളെ നീങ്ങാൻ ദുആ ചെയ്യുകയും അതോടൊപ്പം തനിക്ക് കിട്ടിയ നന്മകൾ നിലനിർത്തിക്കിട്ടാനും അതിനുവേണ്ടി ചെയ്ത ശുക്റുകളും മറ്റും സ്വീകരിക്കാൻ വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനയാണ്, ദുആ ആണ് ഒരു വിശ്വാസിയുടെ ആയുധം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. വിശ്വാസിയുടെ ആയുധമാണ് ദുആ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദുആ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. ദുആ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവന്റെ രക്ഷിതാവിനോടുള്ള അവന്റെ അർത്ഥനയാണ്. അവന്റെ ആവശ്യങ്ങൾ അവന്റെ മുമ്പിൽ ചോദിക്കുകയും അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവാം, ചിലത് ലഭിച്ചിട്ടില്ലാതിരിക്കാം. ഏതായിരുന്നാലും ചെയ്യുന്ന ദുആക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം തരാതെ മടക്കില്ല. ഒന്നുകിൽ ദുനിയാവിലത് മുന്തിച്ചു തരും, ചോദിച്ച കാര്യം അങ്ങനെ തന്നെ തന്നേക്കാം. അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തിന്മകളെ തടഞ്ഞോ അല്ലെങ്കിൽ ഇതിനേക്കാളേറുള്ള നന്മകൾ തന്നോ അല്ലാഹു ആ ദുആ സ്വീകരിച്ചേക്കാം. അതൊന്നുമല്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്തേക്ക് ദുനിയാവിനേക്കാളേറെ സുഖവും സന്തോഷവും സൗകര്യങ്ങളും വേണ്ട,
പ്രയാസങ്ങൾ തീരെ സഹിക്കാൻ കഴിയാത്ത ആ പാരത്രിക ലോകത്ത് സുഖങ്ങളും സൗഖ്യങ്ങളും തന്ന് ആ ദുആക്ക് ഉത്തരമായി അല്ലാഹു നൽകിയേക്കാം, പിന്തിച്ചു വെച്ചേക്കാം. ഇങ്ങനെയൊക്കെ ഈ ദുആക്ക് ഉത്തരം നൽകും. എന്നാൽ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം അദ്ദേഹം ബസ്വറയിലെ അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ബസ്വറയിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. മഹാനവറുകൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ സൂഫിയാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുമായി അവരുടെ ഒരു ചർച്ച കടന്നു വരുമ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയില്ല. റഈസു സാഹിദീൻ എന്ന്, പരിത്യാഗികളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം അദ്ഹം വലിയൊരു ഭരണം വലിച്ചെറിഞ്ഞ് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് കൊതിച്ച് നാട് ചുറ്റിയ, അള്ളാഹുവിനെ ഇബാദത്തിലായി ജനസേവനത്തിലുമായി ചുറ്റിത്തിരിഞ്ഞ, നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിച്ച മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ബസ്റയിലെ ആളുകൾ അന്ന് ചോദിക്കുകയുണ്ടായി. മഹാനവറുകൾ ബസ്റയിലെ അങ്ങാടിയിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദുആ ചെയ്യുന്ന നമ്മളൊക്കെ ആലോചിക്കേണ്ടതും ഓർക്കേണ്ടതുമായ, ചിലപ്പോഴൊക്കെ പലരും പറഞ്ഞു പോകുന്ന ഒരു കാര്യവുമാണ് ആ ചോദ്യം. അവരോട് ചോദിക്കുക, യാ അബാ ഇസ്ഹാഖ്, ഖാല അല്ലാഹു തആല ഫീ കിതാബിഹി ഉദൂനി അസ്തജിബു ലക്കും. ഓ അബൂ ഇസ്ഹാഖ്, അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദൂനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ അതിന് ഉത്തരം നൽകും, നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾ ഒരുപാട് കാലമായി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിനൊന്നും ഉത്തരം ലഭിക്കുന്നില്ല, കുറെ ഉത്തരം ലഭിക്കുന്നില്ല. ഇത് ചിലപ്പോ ചില ആളുകളിൽ നിന്നൊക്കെ വരാവുന്ന വാക്കാണ്. നിങ്ങൾ ദ്വാരക്ക് എന്ന് നമ്മൾ ഒരു പ്രയാസം വന്ന് പറയുമ്പോ, നിങ്ങൾ ദ്വാരുന്നോളെ അള്ളാഹു നിങ്ങൾ സലാമത്താക്കി തരുന്നൊക്കെ പറയുമ്പോ നമ്മൾ കുറെ കാലം ഇങ്ങനെ ദ്വാർക്കുന്നു, ഇതുവരെ അതിനൊന്നും ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ട ആളുകളൊക്കെ ചിലപ്പം പറഞ്ഞു പോവാറുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ഒരു വാക്ക് മഹാനവറുകളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, യാ അഹ്ല ബസ്ർ, ഓ ബസ്രയുടെ ആളുകളെ, നിങ്ങളുടെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ട് 10 കാര്യത്തിൽ. 10 കാര്യം നിങ്ങളുടെ ഹൃദയം മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 10 കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം ലഭിക്കുക? ഈ 10 കാര്യങ്ങള് നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ദുആക്ക് എന്തായാലും ഉത്തരം ലഭിക്കും. ഈ 10 കാര്യങ്ങള് ചെയ്യാതെ ശ്രദ്ധിക്കാതെയാണ് ജീവിതം നീങ്ങുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നവിടെന്ന് പറഞ്ഞത്, അറഫ്തുമുല്ലാഹ, നിങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്, അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം, പക്ഷേ അള്ളാഹുമായുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുന്നില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതും അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നും അവന്റെ കഴിവ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ പ്രവർത്തനങ്ങളെന്നും അവന്റെ ഭൂമിയിലാണ് അവന്റെ ജീവിച്ച് അവന്റെ വായു ശ്വസിച്ച് അവന്റെ ഭക്ഷണങ്ങൾ ഭക്ഷിച്ച് അവൻ നൽകുന്ന പാനീയങ്ങൾ കുടിച്ച് എല്ലാം ജീവിച്ചിട്ടും ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അറിയുകയും ചെയ്തിട്ട് അള്ളാഹുവിന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നില്ല. അള്ളാഹുവിന് ചെയ്യേണ്ട കടമകളുണ്ട്, ആ കടമകൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ അള്ളാഹുവിനെ മറന്നുള്ള ഒരു ജീവിതത്തിൽ മറന്നു പോവുകയാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചിലപ്പോഴൊക്കെ അശ്രദ്ധമായി പോവുക, അതുപോലെ നോമ്പും സക്കാത്തും ഹജ്ജും നിസ്കാരവും ഒക്കെ കൃത്യമായി നിർവഹിക്കുന്നവരിൽ നിന്ന് തന്നെ
വേറെ കുറെ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മറന്നു പോവുകയാണ്, അള്ളാഹുവിനെ മറക്കുന്നു. രണ്ടാമത്തേത് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ട്, പക്ഷേ ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരുപാട് മഹത്വമുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് തവണ വിശുദ്ധ ഖുർആന്റെ പാരായണവും അതിന്റെ മഹത്വങ്ങളും ഓരോ ആയത്തിന്റെയും ഓരോ സൂറത്തുകളുടെയും ഒക്കെ മഹത്വങ്ങളും പ്രത്യേകതകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതൊക്കെ ഓതാറുണ്ട്. പക്ഷേ അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന വിഷയത്തിൽ നിങ്ങൾ പുറകോട്ടാണ്. അതാണ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ വാക്ക് നമ്മിലേക്കും ബാധകമായി വരുന്നുണ്ടോ എന്നുള്ള ഒരു എളിയ ചിന്ത എന്നിലും നമ്മിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അവന്റെ എല്ലാവർക്കും സുഗന്ധം ലഭിക്കുന്ന, എല്ലാവർക്കും തൃപ്തി വരുത്തുന്ന ഓറഞ്ചിന് സമാനമായി വരുത്തുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ പാരായണം ചെയ്യുന്ന ആളാണ് അങ്ങനെ. അതേ സമയത്ത് അത് പ്രവർത്തിക്കുമ്പോൾ ഒന്നുകൂടെ ഇവനിൽ നന്മ ഉണ്ടാവുകയാണ്, ഇവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഓതിയതിനു ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഖുർആൻ ഓതൽ മാത്രം അവസാനിപ്പിക്കരുത്, ഖുർആനിന്റെ അനുസരിച്ചുള്ള ജീവിതം കൂടെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ തഖ്വയിലായി ജീവിക്കുക, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആ അധ്യാപനം ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പ്രവർത്തിച്ചും വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചുമുള്ള ആ വിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമാകുമ്പോഴാണ് ഖുർആനനുസരിച്ചുള്ള ജീവിതമായി മാറുന്നത്. അല്ലാതിരിക്കുമ്പോ നമ്മൾ ഖുർആൻ ഓതുന്നു, ഖുർആൻ ഓതിപ്പോകുന്നു എന്നുള്ളത് വെച്ച് അതനുസരിച്ചുള്ള ജീവിതമല്ലാതെയായി മാറുകയാണ്. അപ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കാതെ എന്നേക്കാം. മൂന്നാമത്തേത് പറഞ്ഞത്, നിങ്ങൾ ശൈത്വാനിന്റെ ശത്രുതയിൽ നിന്ന് കാവലിനെ തേടുന്നുണ്ട്, പക്ഷേ ശൈത്താൻ നിങ്ങൾ അനുസരിച്ചു പോവുകയാണ്, കീഴ്പ്പെട്ടു പോകുന്നുണ്ട്, അവനോട് യോജിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇതാണ് ഒരു ഭാഗത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ദുആ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ശൈത്താൻ കീഴ്പ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ആ ശൈത്താൻ നമ്മുടെ പല സ്ഥലത്തും ബുദ്ധിമുട്ടിപ്പിക്കാനും നമ്മുടെ പ്രയാസത്തിലാകത്താനും അതുപോലെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ നാം അകപ്പെട്ടു പോവുകയും ശൈത്താനിന്റെ പ്രേരണയിൽ നാം കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ്. നാം ബുസ്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ശൈത്താനോടും ശരീരത്തിനോടും എതിര് പ്രവർത്തിക്കണമെന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ നല്ലതാണ് ആ ശൈത്താൻ പറഞ്ഞു തരുന്നതെങ്കിൽ പോലും അതിലും ഒരു തെറ്റിദ്ധാരണ അവനോടുണ്ടാവേണ്ടതുണ്ട്. കാരണം ആ നന്മയ്ക്ക് പിറകിൽ എന്തെങ്കിലും അവൻ പറഞ്ഞു തരുന്നത് ഒരു നന്മയായി തോന്നുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്കൊരു വലിയൊരു നഷ്ടം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനൊക്കെ പല ഉദാഹരണങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഉദാഹരണത്തിന് വേണ്ടി ഒരു ചെറിയൊരു കാര്യം പറയാണ്. നമ്മളൊരു യാത്ര കഴിഞ്ഞ്, ദീർഘമായ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണിയോ 11 മണിയോ ആയിട്ടുണ്ട്. വല്ലാത്ത ക്ഷീണുണ്ട്, ഇശാ നിസ്കരിച്ചിട്ടില്ല, നല്ല ക്ഷീണുണ്ട്. അപ്പൊ നമുക്ക് തോന്നാണ് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇശാ നിസ്കരിക്കണം എന്ന് തോന്നി. അപ്പോഴാണ് നമ്മോട് നമ്മുടെ ശരീരം പറഞ്ഞു തരുന്നത്, നമുക്കൊന്ന് തോന്നുന്നത്, ഇപ്പം നിസ്കരിച്ചാല് ഒരു കാട്ടിക്കൂട്ടലായി മാറും, അതങ്ങനെ ഒരു ചടങ്ങായി പോകും, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് 10 മിനിറ്റ് കിടന്ന് അല്ല അരമണിക്കൂർ കിടന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് റാഹത്താവുകയാണെങ്കിൽ സുഖമായിട്ട് സന്തോഷത്തോടുകൂടി മനസ്സ് അറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയും എന്നൊരു തോന്നൽ. ഈ തോന്നൽ ശരിയാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം അത്.
പക്ഷേ ഇവിടെ ശൈത്താന്റെ ഒരു ചതിപ്പെടുത്തലുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതുണ്ട്. കാരണം ആ ഉറക്കിന് ശൈത്താൻ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഖളാഇ പോവും, സുബഹി വരെ എത്തും. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആ ശൈത്താന്റെ പേരിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഇത് ശൈത്താൻ ഇത് നമുക്ക് നമ്മുടെ ശരീരം തോന്നിപ്പിച്ചു തരുന്നതും ശൈത്താൻ തോന്നിപ്പിച്ചു വരുന്നതൊക്കെ ചിലപ്പോ നമ്മളെ ഉറക്കിപ്പിച്ച് ദീർഘമായ ഉറക്കാക്കി തോന്നിയിട്ട് ആ ഉറക്കം ദീർഘിപ്പിച്ചുകൊണ്ടുപോയി സുബഹി വരെ എത്തിക്കാനുള്ള ശൈത്താന്റെ ഒരു കുതന്ത്രമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആദ്യം തോന്നിയ കാര്യം വളരെ ശരിയായി തോന്നിയേക്കാം. ക്ഷീണത്തിൽ നിസ്കരിച്ചാൽ ചിലപ്പോ നിസ്കാരത്തിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ വേണ്ടതുപോലെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രൂപത്തിലോ ആയിക്കൊള്ളില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ശൈത്താന്റെ ഈ തോന്നിക്കൽ നമ്മെ നിസ്കാരം ഖളായിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത് ശൈത്താനോടും അതുപോലെ സ്വന്തം ശരീരത്തോടുമുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്. ആ ശൈത്താനിൽ നിന്ന് നമ്മുടെ പേരിലേക്കും എപ്പോഴും നമ്മുടെ ചതിയിലേക്കും എത്തിക്കുന്ന ഈ ശൈത്താനെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ശൈത്താന്റെ ഷെറിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ ആ ശൈത്താന്റെ ഷെറിൽ നാം അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ ബുദ്ധിമുട്ടുകളിൽ പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ദുആ ചെയ്ത് കഴിഞ്ഞ് തിരിയുമ്പോഴേക്ക് ആ ശൈത്താൻ നമ്മളെ ഏതെങ്കിലും ഒരു കെണിപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ നമുക്കതിന് ഊരാൻ കഴിയുന്നില്ല. ഇങ്ങനെ പെട്ടുപോവുക, ശൈത്താനിന് ഇഷ്ടപ്പെട്ട പരിപാടികളിലേക്ക് നീങ്ങിപ്പോവുക, ശൈത്താൻ ഇഷ്ടപ്പെട്ട അങ്ങാടികളിലേക്കായിരിക്കും നമ്മൾ അധികം കൂട്ടിറങ്ങുക. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു സ്ഥലമാണ് അങ്ങാടികൾ എന്നുള്ളത്. ഈ അങ്ങാടികളിൽ സമയം ചെലവഴിക്കാൻ മടി വരാതിരിക്കുക. സമയം എത്ര അങ്ങാടികളിൽ ചെലവഴിക്കുന്നതും പ്രയാസമില്ലാതെ നീങ്ങുക. അതേ സമയത്ത് പള്ളി എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിലേക്ക് ചെലവഴിക്കുന്ന വിഷയത്തിൽ പുറകോട്ട് വരിക. പള്ളിയിലെത്തിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം. പള്ളിയിൽ എന്തെങ്കിലും ഒരു അരമണിക്കൂർ സാധാരണക്കാളേറെ എഴുതുന്ന എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ പങ്കാളികളാവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോഴേക്ക് നമുക്ക് അങ്ങാടിയിലെത്തണം എന്തെങ്കിലും കാര്യങ്ങൾ. ഇങ്ങനെ നമ്മളൊക്കെ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ശൈത്താനിന്റെ ഏറ്റവും കൂടുതൽ കെണിവലകളുള്ള സ്ഥലങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കൊക്കെ വഴുതിപ്പോവുക. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടാവും ശൈത്താനിന് കാവലിന് തേടാൻ. ആ കാവലിനെ തേടുന്നത് കൊണ്ട് ചിലപ്പോൾ കാര്യമില്ല, അവിടെ ദുആക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത് വീണ്ടും നമ്മൾ എത്തുന്നത് ശൈത്താന്റെ കെണിയിലേക്കാണ്. അതോടൊപ്പം നമ്മെ പേപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കരാറെടുത്ത ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാവരെയും പേപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരെ പേപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ അനുസരിച്ച് അള്ളാഹുവിന്റെ ഹക്കുകൾ നിർവഹിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശൈത്താന്റെ പേരിൽ അവൻ പെടുകയില്ല. ശൈത്താൻ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനും കഴിയും. ഏതൊരു മനുഷ്യനിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം ചെയ്യുമ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ, അത് ചെയ്യണമെന്നുള്ളതിലേക്കോ ചെയ്യണ്ട എന്നുള്ളതിലേക്കോ ഉള്ള ഒരു തോന്നിച്ച ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ നല്ലതിലേക്കായിരിക്കും അവന് തോന്നും, തിന്മയും അവന് തോന്നും. ഒരു ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നവനും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സംശയങ്ങൾ അവന്റെ മനസ്സിൽ ഉദിക്കും. അവിടെയാണ് തിന്മയ്ക്കാണ് മുൻതൂക്കം നൽകി നീങ്ങുന്നത് എങ്കിൽ അവന് ശൈത്താന്റെ ആളായി ഇങ്ങനെ മാറിപ്പോകുന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുമ്പോഴാണ് ശൈത്താന്റെ ശത്രുതയിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യുക. ശൈത്താൻ എന്ന് പറയുന്നത് മനുഷ്യനെ എപ്പോഴും പേപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു മനുഷ്യനെ പിഴപ്പിച്ച് അവനെ വൈകേടുതരത്തിലാക്കി എന്നും പരാജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ശൈത്താനിന്റെ കടമ. നാലാമത്തേതായി ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നക്കും മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണെന്ന് ഇങ്ങനെ പറയും, നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണെന്ന് പറയും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
സുന്നത്തനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇതാണൊരു കാരണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ, അവിടുത്തെ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നിന്ന് മാറുകയാണ്. അവിടെ അവനവന് തോന്നിയതുപോലെയും അല്ലെങ്കിൽ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്കും അവനവന്റെ ചുറ്റുപാടിലേക്കും കൊണ്ടുവരികയും സുന്നത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ എല്ലാവരും നമ്മളൊക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് നാം. ആ ഉമ്മത്താതെ സന്തോഷം അഭിമാനം കൊള്ളുന്നവരാണ് നാം. പക്ഷേ ആ സുന്നത്ത് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ പിറകോട്ടാകുമ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ അതോട് തുടർന്ന് അവിടുന്ന് വീണ്ടും പറയുകയാണ്, ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കണ്ടുവരുന്ന, നമ്മുടെ കല്യാണത്തിനൊക്കെ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഭക്ഷണം നൽകുന്നിടത്തൊക്കെ ബഫ എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണാം. ഇത് ഒരുപാട് ആതിഥ്യ മര്യാദയുടെ ഒരുപാട് സുന്നത്തുകളെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോ നമ്മളൊന്നും അറിയാതെ പോകുന്നുണ്ട്. ഇനി അറിഞ്ഞാൽ തന്നെ കാലത്തിനത്ത് അനുസരിച്ച് നീങ്ങുക എന്നുള്ള നിലക്ക് ഇതല്ലാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയാണ്. ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, അറിയാതെ നമ്മളിൽ നിന്നിങ്ങനെ പോവാണ്. സുന്നത്തുകൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന, നമ്മൾ ചെയ്യേണ്ടതായ ഒരുപാട് സുന്നത്തുകൾ വലിയ അധ്വാനമില്ലാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ എന്തിന്റെയോ പേരിൽ ചിലപ്പോൾ ജനങ്ങൾ അത് ചെയ്താൽ നമ്മോട് എന്തെങ്കിലും അറപ്പ് കാണിക്കുമോ എന്നുള്ള തോതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ആ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ ഒന്നും ആ നഷ്ടപ്പെട്ടു വരുമ്പോൾ നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെ ഉമ്മത്ത് മുഹമ്മദ് ആണെന്ന് പറയുകയും അവിടുത്തെ സുന്നത്ത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കാതെ പോകുമെന്നാണ് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ദുആ ചെയ്യും. 5-ാമത്തേതായി അവിടുന്ന് പറഞ്ഞത് സ്വർഗത്ത് പ്രവേശിക്കാൻ വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. പക്ഷേ സ്വർഗത്തിന് വേണ്ടി ഒരമലും ചെയ്യില്ല, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. സ്വർഗം കിട്ടണമെന്ന് ദുആ ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്ത് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നന്മ ചെയ്യുന്ന ആളുകൾ, വിശ്വാസികൾ സ്വർഗത്തിന്റെ ആളുകളാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസി മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരുപാട് നന്മകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ ആ ഓർമ്മപ്പെടുത്തി തന്ന സുന്നത്തുകൾ നമ്മൾ പ്രവർത്തിക്കാതെ നമ്മൾ സ്വർഗത്ത് കടക്കണം എന്നുള്ള ദുആയാണ്. നമ്മൾ ദുആയിൽ, അല്ലെങ്കിൽ നമ്മുടെ പലരുടെയും, എന്നെ പോലെയുള്ള പലരുടെയും ദുആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, സ്വർഗത്തിൽ കടക്കണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമാണ്, പക്ഷേ സ്വർഗത്തിലേക്ക് വേണ്ടി നമ്മളൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. ഇങ്ങനെയാകുമ്പോൾ ആ ദുആക്ക് ഉത്തരം ലഭിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരുപാട് സ്വർഗത്തിൽ കടക്കേണ്ട, സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അതറിയുകയും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാമത്തേത്, നരകത്തിൽ നിന്ന് നരകമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. നരകമോചനം, നരകത്തിൽ കടക്കരുത്, അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്യാണ്. ഏത് ദുആയിലും അങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ശരീരത്തെ നരകത്തിലേക്ക് എറിയുകയാണ്. നരകത്തിലേക്ക് കടക്കേണ്ട, നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്
വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മനസ്സിന്റെ അകത്തും അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കിബിർ, റിയാ പോലുള്ളത് കടന്നുകൂടുകയാണെങ്കിൽ ഈ കടന്നുകൂടൽ ഇവനെ സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാണ്. ഒരണുമണി തൂക്കം കിബിർ ഒരു മനുഷ്യനിലുണ്ടായാൽ അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്നാണല്ലോ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സ്വർഗത്തിൽ കടന്നിട്ടില്ലെങ്കിൽ പിന്നെത്താനുള്ളത് നരകമാണ്. അതുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിന് ദുഷിക്കുന്ന കിബിറുകളൊക്കെ നീക്കുക. അതുപോലെ നമീമത്തുമെല്ലാം തന്നെ ഇവനെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതൊഴിവായി താഴ്മയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നല്ലവരായി നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ദുആ ചെയ്യുമ്പോൾ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ നരകത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇതൊക്കെ വരുമ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു. അതോടൊപ്പം പിന്നെ പറയുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് എന്ന് പറഞ്ഞ് അതിന് വിരുദ്ധമായി ചെയ്യുക. സ്വർഗം പ്രതീക്ഷിച്ച് ദുആ ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഇവന് ഏഴാമത്തേതായി ഈ വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഏഴാമത്തെ കാര്യം പറയുന്നത് മരണം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ പറയാണ് മരണം ശരിയാണ്, മരണമുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മരണത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. ജീവിതത്തിന്റെ കോലം കണ്ടാൽ ഒരു ജീവിതത്തിന്റെ നിങ്ങളുടെയൊക്കെ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് അതാണ്, മരണം ഹക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലല്ലോ. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ള വിഷയത്തിൽ ആർക്കും സംശയമില്ല. മരണം ഉറപ്പുള്ള വിഷയം. പക്ഷേ അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അള്ളാഹു നല്ലൊരു സമയത്ത് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മരണക്ക് അള്ളാഹു നന്മയാക്കി തരുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ മരണമുണ്ടാകുന്നത് ഇന്ന് നമ്മൾ കേൾക്കുന്നതാണ്. മരണത്തെ സംബന്ധിച്ച് പെട്ടെന്നുള്ള മരണങ്ങൾ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ആൾ രാവിലെ സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളെ വീട്ടുകാർ പോയി അദ്ദേഹം എഴുന്നേൽക്കാത്തത് കണ്ട് പോയി നോക്കി വിളിച്ചു നോക്കുമ്പോ അദ്ദേഹം മരണപ്പെട്ടു കിടക്കുന്നുണ്ട്. അല്ല, രാവിലെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച് ഇരിക്കുന്ന ആൾ അതേ സമയത്ത് ആ നിസ്കരിച്ചു കിടന്ന ആ മുസല്ലയിൽ മരിച്ചു കിടക്കുന്ന വാർത്തകൾ. ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു. വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിന്റെ ക്ഷണവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾ അദ്ദേഹത്തിന്റെ മയ്യത്താണ് പിന്നെ വീട്ടിലെത്തുന്നത്. ഇതുപോലെ തന്റെ ഒരു ജീവിതത്തിന്റെ നന്മ ഉദ്ദേശിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ, പല സ്ഥലത്തും ചെന്ന് വിവിധമായ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ. പക്ഷേ അവരുടെ കുടുംബങ്ങൾ അവരിൽ നിന്ന് അവരുടെ ആ സന്തോഷത്തുള്ള ജീവിതത്തോടുകൂടി ഈ ഒരു നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അവരുടെ കുടുംബവും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും ആ കുടുംബത്തിലേക്ക് ഇവരുടെ മരണത്തിന്റെ വാർത്ത എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് മരണത്തിന്റെ വാർത്തകളൊക്കെ നമുക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മരിക്കുമെന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും ഏതെങ്കിലും ഒരു ദിവസം മരണമുണ്ടാകും. ജനിച്ചാൽ മരണമുണ്ടാകുമെന്നുള്ള ഒരു സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും നമ്മളൊക്കെ പറഞ്ഞിട്ടും നിങ്ങളൊക്കെ പറഞ്ഞിട്ടും പക്ഷേ നിങ്ങളാരും മരണത്തിന് ഒരുങ്ങുന്നില്ല. എന്താണ് മരണത്തിന് വേണ്ടി ഒരുങ്ങിയത് എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം പറയുകയാണ്. ആ ബസറക്കാരോട് അവിടുന്ന് പറഞ്ഞൊരു വാക്കാണത്. പ്രിയപ്പെട്ടവരെ, ആ ബസറയിലുള്ള ആളുകളോട് മാത്രമല്ല അവിടുത്തെ വാക്ക് എന്റെയും നിങ്ങളുടെയും ഒക്കെ ചിന്താമണ്ഡലങ്ങളിലേക്കും നെഞ്ചത്തേക്കുമല്ലേ അത് എത്തുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രമുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഈ വിഷയത്തിലൂടെ ഈ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പം തന്നെ അവിടെ ചിലപ്പം പിന്നെ ഒരു ദുആയുടെ ആവശ്യം വന്നേക്കില്ല. അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടി വരില്ല. പാരിത്രിക ലോകത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പിന്നെ ദുആ ചെയ്യുക. പാരിത്രിക ലോകത്തേക്കുള്ള കാര്യങ്ങൾ നടന്നു
ഇല്ല എന്നറിയ ദുനിയാവെന്ന് അറിയേണ്ട പ്രശ്നമില്ലല്ലോ, അത് ആഖിറത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടതുള്ളത്. എട്ടാമത്തേതായി അവിടെ നിന്ന് പറയപ്പെട്ടത്, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ എങ്ങനെ നോക്കി നടക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ന്യൂനതകളിലേക്ക് നോക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ ന്യൂനത. അയാളെങ്ങനെ, ഇയാളെങ്ങനെ, അവനെങ്ങനെ എന്ന് നോക്കുക. അയാൾ പോകുന്ന രൂപം എങ്ങനെ, അയാൾ നടക്കുന്നത് എങ്ങനെ, അയാളെ വസ്ത്രം എന്താണ്, അയാളെ വാഹനം എന്താണ്, അയാളെ പ്രവർത്തനം എന്താണ് എന്നിങ്ങനെ നോക്കുക. അതിലെന്തെങ്കിലും ഒരു പോരായ്മ കാണുന്നുണ്ടാവും. ആ പോരായ്മകൾ വലുതാക്കി വലുതാക്കി കാണുക. ഇത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. അവനവനിലേക്ക് നോക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. നമ്മൾ ഒരു വിരൽ ചൂണ്ടി മറ്റൊരാളുടെ ന്യൂനത പറയുമ്പോൾ 3 വിരൽ തിരിച്ച് നമ്മിലേക്ക് ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മറന്നുപോവുകയാണ്. നിന്നെ നോക്ക്, അയാളിലേക്ക് നീ ഒരു വിരലാണ് ചൂണ്ടെങ്കിൽ 3 വിരൽ നിന്നിലേക്ക് മടങ്ങി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അതിനേക്കാളും വലിയ പോരായ്മ നിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറച്ചിൽ നമ്മോടൊക്കെ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നീ സ്വന്തം ന്യൂനതകളെ നോക്കുക. മറ്റുള്ളവരുടെ ന്യൂനതകൾ പരിശോധിക്കുന്നതിന്റെ മുമ്പ്, മറ്റുള്ളവരുടെ പോരായ്മകൾ പരിശോധിക്കുന്നതിന് മുമ്പ് നിന്റെ പോരായ്മകളെ നീ പരിശോധിക്കുക. ലോകത്ത് ന്യൂനതയില്ലാതെ ആരുണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കുക. ഇവിടെ ഒഴിവാകുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അവരുടെ ജീവിതത്തിൽ ന്യൂനതകൾ തീരെ കാണില്ല. അതുപോലെ മഹത്തുക്കളുടെ ജീവിതത്തിലും ന്യൂനതയില്ലാത്ത ജീവിതം നയിച്ച മഹത്തുക്കൾ ഉണ്ടാവാം. പക്ഷെ അതേ സ്ഥാനത്ത് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യൂനതകൾ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകും. അത് നമ്മളെ ന്യൂനത മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ വെളിച്ചത്ത് കാണിച്ചു കൊടുക്കാനും പാടില്ല. അതും ഒരു പോരായ്മയാണ്. അതും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാനൊരു മോശക്കാരനാണെന്ന് ആൾക്കാരൊക്കെ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ പോരായ്മക്കാളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കാണാനുള്ള അവസരങ്ങൾ ഇങ്ങനെ നൽകുക. അവര് അത് മനസ്സിലാക്കി തന്നെ ഇങ്ങനെ അയാളുണ്ടല്ലേ എങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ടാക്കാനും പാടില്ല. അതേ സമയത്ത് തന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാ, നമ്മളൊക്കെ വലിയ ആളാണെന്ന് വിചാരിക്കട്ടെ എന്ന് മനസ്സിലാക്കി മഹത്വങ്ങൾ പറയാനും പാടില്ല. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവന്റെ ഫളീലത്ത്, ശ്രേഷ്ഠതകൾ ഇങ്ങനെ പറഞ്ഞ് ഇവൻ സ്വയം വലുതാവാനും പാടില്ല. ചീത്ത കാര്യങ്ങൾ, അവന്റെ പോരായ്മകൾ പറഞ്ഞു കൊടുത്ത് ഇവൻ ചെറുതാവാനും പാടില്ല. ഇവന്റെ നന്മകൾ ചെയ്യാൻ അവസരം തന്ന റബ്ബിനെ ഓർക്കുകയും തിന്മകളൊക്കെ പോരായ്മകളൊക്കെ നികത്തി കിട്ടാൻ വേണ്ടി നല്ല ശ്രമം നടത്തുകയുമാണ് വേണ്ടത്. മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണാൻ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്, സ്വന്തം നന്മ ചെയ്യാൻ സമയം കിട്ടൂല. ഒരാളുടെ ന്യൂനത തിരയാൻ നിൽക്കുകയാണെങ്കിൽ, ഒരാളുടെ പോരായ്മ തിരയാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവനവന് നന്മ ചെയ്യാൻ സമയം കിട്ടൂല. ഒരാളിങ്ങനെ പോവാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് മാത്രം ഇങ്ങനെ നോക്കുമ്പോൾ അയാളെങ്ങനെ വീക്ഷിക്കണം, അയാളെ സംബന്ധിച്ച് ആൾക്കാരോട് ചോദിക്കണം, അയാൾ ഇന്ന് എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കണം, അയാളുടെ നേരത്തെ പരിപാടി എന്താണെന്ന് ചോദിക്കണം. ഒരാളടുത്ത് നിന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളടുത്തേക്ക് ഓടേണ്ടി വരും. എന്നിട്ട് അവിടെ ചെന്ന് എന്താണ് അയാൾ ഇന്ന് ചെയ്ത കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ റെഡി ആയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവിടെ നിന്ന് ബോധ്യപ്പെടുമ്പോ ഈ പോരായ്മ ആളുകളോടൊക്കെ പറഞ്ഞു വലുതാക്കാൻ നിൽക്കണം. അപ്പൊ ആ സമയത്ത് ഇവനൊരു നന്മയ്ക്ക് സമയം കിട്ടുന്നില്ല. 4 ദിക്ർ ചൊല്ലുന്നത്, 10 സ്വലാത്ത് ചൊല്ലുന്ന സമയങ്ങളൊക്കെ ഇവനിങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പോരായ്മകൾ പറയുന്ന ആളുകൾക്ക് സ്വന്തം പോരായ്മ നോക്കാൻ കഴിയുന്നില്ല. അവനവൻ ചെയ്യുന്ന, ഇന്ന് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ പലരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. സ്വന്തം ചെയ്ത ഏത് വിഷയം പറയുമ്പോൾ ഞാൻ എന്നുള്ളൊരു വാക്ക് മുന്നോട്ട് വരിക, ഞാൻ എന്നുള്ള, നമ്മൾ ചെയ്തു എന്നുള്ള ആ ഒരു വലുത് മാത്രം വരിക. നമ്മുടെ അടുത്തുള്ള പോരായ്മ പറയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ അടുത്തുള്ള നന്മകൾ മാത്രം നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയാ. പോരായ്മകൾ പറയണമെന്നല്ല, പോരായ്മകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത നന്മകൾ പറയാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. നന്മയേക്കാൾ ഏറെ പോരായ്മകളായിരിക്കും ചിലപ്പം ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ആ ന്യൂനതകൾ ചികയാൻ നമുക്ക് പാടില്ല.
മഹാനായ മഹാന്മാരൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ്. സ്വന്തം കാര്യങ്ങളിലേക്ക് സ്വന്തം പോരായ്മയാണ് പഠനം നടത്തേണ്ടത്. സ്വന്തം പോരായ്മ പഠനം നടത്തി അവിടെ നമ്മൾ ഇബാദത്ത് ചെയ്യുക. നമ്മളൊരു തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തോടൊപ്പം ചിലപ്പോൾ വേറെയും കുറെ ആളുകൾ ഒന്നിച്ചുണ്ടാവും. ഒന്നിച്ച് താമസിക്കുന്നവരുണ്ടാവും, ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുണ്ടാവും, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരുണ്ടാവും. ഇവരുടെ ഇടയിൽ വെച്ച് ചിലപ്പോൾ കൃത്യമായി ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ചിന്തിക്കുക, പഠിച്ചാൽ ഈ മനുഷ്യന്മാരൊന്നും നിസ്കരിക്കുന്നില്ലല്ലോ, ഞാൻ മാത്രം ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം പഠിച്ചാൽ ഞാൻ തഹജ്ജുദ് സ്വീകരിച്ചിട്ടുണ്ടോ, ഈ നിസ്കരിക്കാത്ത വരപ്പോൾ തന്നെയാണ് എന്റെ നിസ്കാരത്തിൽ വന്നുപോയത് അപാകതകളുണ്ടോ, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത അവരും എന്റെ അപാകത കൊണ്ട് നിസ്കരിച്ച ഞാനും ഒക്കെ ഒരുപോലെ ആയിപ്പോവെന്ന് ചിന്തിക്കുക. മാത്രമല്ല അവർ ചിലപ്പോൾ അതിനേക്കാളും വലിയ എന്തെങ്കിലും ഒരു നന്മകൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടാവും. ആ നന്മകളെ സംബന്ധിച്ച് അവരിൽ കാണുക അയാൾ നിസ്കരിക്കുന്നില്ലല്ലോ എന്നുള്ള, അല്ലെങ്കിൽ അവര് തഹജ്ജുദ് നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങുന്നവന് ഞാൻ നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞ് വലുതാവാതിരിക്കുക. അവിടെയാണ് അപ്പൊ അവിടെയുള്ള പോരായ്മ. എന്നിട്ട് റോഡിലിറങ്ങി അയാളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാ, അയാളെ പോരായ്മ കിടന്നുറങ്ങിയ കണ്ടില്ലേ എന്ന് ഇങ്ങനെ പറയാം. ഫർദ് നിസ്കരിക്കാത്തതിനെ പറ്റിയല്ല പറയുന്നത്. ഫർദ് നിസ്കരിക്കാത്തതിനെ എന്തായാലും അവനോട് പറഞ്ഞവനെ നിസ്കരിപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവരോടൊക്കെ നന്മ ഉപദേശിക്കുകയൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഭാഗം അതല്ലാത്തത് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോ. ഏതായിരുന്നാലും മറ്റുള്ളവരുടെ ന്യൂനതകൾ പറയുന്നത് ഫലാത്തുൻ കദുബാബിൻ, ഈച്ചയെ പോലാവാൻ പാടില്ല, ഈച്ചയുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഈച്ചയുടെ സ്വഭാവം എന്താണ്? ഒരു വ്രണ ഉണ്ടെങ്കിൽ, ചീത്ത സ്ഥലം, ഒരാളുടെ അവയവത്തിൽ ഒരു വ്രണ ഉണ്ടെങ്കിൽ അവിടെ പോയി വീഴുക, എന്നിട്ട് അത് വലുതാക്കുക. ഇതാണ് ഈച്ചയുടെ സ്വഭാവം. നല്ല സ്ഥലത്ത് ഈച്ച പോയി വീഴൽ വളരെ കുറവാണ്. ഇനി വീണാൽ തന്നെ ആ സമയത്ത് അത് പറന്നു പോവാണ്. ആ നന്മയിൽ നിൽക്കാൻ ഈച്ചയ്ക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല. ചീത്ത സ്ഥലങ്ങളിലാണ് ഈച്ച പോയി വീണിട്ട് അവിടെ ഇങ്ങനെ വ്രണമാക്കി കൊണ്ടു നടക്കുക. ഈ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ള ന്യൂനത കണ്ട് അതിങ്ങനെ വലുതാക്കുന്നതിന് പകരം ഇനി ഒരാളുടെ അടുത്ത് നമ്മൾ ന്യൂനത പോരായ്മ കണ്ടാൽ അദ്ദേഹത്തോട് സ്വകാര്യമായി ആ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് വിളിച്ച് സ്വകാര്യമായി പറയാം. ഞാൻ ആരെ മുമ്പിലും എവിടുന്നാണെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചില ആള് ശരിക്കും ഇങ്ങോട്ട് വലുതാവാറുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും അങ്ങനെ പറയാനൊന്നും പറ്റൂല. ചില കാര്യങ്ങളൊക്കെ സ്വകാര്യമായി പറയേണ്ടതുണ്ടാകും. അത്തരം കാര്യങ്ങൾ സ്വകാര്യമായിട്ടാ പറയേണ്ടത്. ചില ആളുകളോട് പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകളോട് പരസ്യമായി പറയാൻ പറ്റിയത് ചില ആളുകളോട് പരസ്യമായി പറയാൻ പറ്റൂല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതുണ്ടാവും. അത് നമ്മൾ നേരിട്ട് പറയരുത്. അത് ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കേണ്ടതായിരിക്കും. അങ്ങനെയൊക്കെയുണ്ട്. ആളെയും സമയങ്ങളും വിഷയങ്ങളും ഒക്കെ പരിഗണിച്ച വിഷയങ്ങളൊക്കെ പ്രതികരിക്കാവൂ. ചിലപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഒരാളിൽ എന്തെങ്കിലും പോരായ്മൊക്കെ കാണുമ്പോൾ അതിൽ മാത്രം നമ്മൾ ഷോരാകരുത്. ആ പോരായ്മൊക്കെ നന്മ ഉദ്ദേശിച്ച് വേണമെങ്കിൽ തിരുത്തി കൊടുക്കാനല്ലാതെ അപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മളടുത്ത് എന്തോ പോരായ്മ ഉണ്ടോ എന്നാ നോക്കേണ്ടത്. അദ്ദേഹം അങ്ങോട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ ഇനി എന്നെ പഠിപ്പിക്കാൻ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് ചോദിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടായിക്കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ഈ മറ്റുള്ളവരുടേത് ആ ന്യൂനത മാത്രം പരിശോധിച്ച് നീങ്ങുമ്പോൾ നമ്മുടെ ന്യൂനത നമ്മൾ കാണാണ്ടായി പോവുകയും അത് മുഖേന നമ്മൾ നന്മയിലേക്ക് എത്താതിരിക്കുകയും അപ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. റബ്ബിന്റെ നിഅമത്തിൽ നിന്ന് നിങ്ങൾ തിന്നുന്നുണ്ട്, പക്ഷേ റബ്ബിന്റെ നിഅമത്തിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല. അള്ളാഹു നമ്മുടെ ഭക്ഷണം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത്, നമുക്ക് കിട്ടിയതൊക്കെ. ഈ അനുഗ്രഹങ്ങളെ നമ്മളൊക്കെ മറന്നുപോവുകയാണ്. ഈ അനുഗ്രഹങ്ങൾ മറന്നുപോയിട്ട് നമ്മൾ ഇത് മറന്നു പോകുന്നു. ഈ അനുഗ്രഹങ്ങൾ മറന്ന് നാം തോന്നിയായി ജീവിച്ചു പോകുന്നു. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് നമ്മോട് പഠിപ്പിച്ചതെന്നാണ് വലുത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് പഠിപ്പിച്ചതെന്നാണ്. അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചതെന്ന വലുത് കൈകൊണ്ട് കഴിക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോവുക. നേരത്തെ ഞാൻ പറഞ്ഞ ആ സുന്നത്തിന്റെ ഒരു ഭാഗമാണ് അത്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. ആ ബിസ്മി നമ്മളോട് മറന്നുപോവുക. ഇത് ഒരു ഭാഗത്ത് അങ്ങനെയാണ്. അതുപോലെ നമുക്കിവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ
അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെയോ ഈ ഭക്ഷണം തന്ന റബ്ബിന് നന്ദി ചെയ്യുക. എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യേണ്ടത് ആ നിഅമത്തുകളെ അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ, ഏത് നിഅമത്ത് എങ്ങനെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിലും, ഭക്ഷണം നൽകിയതും വസ്ത്രം നൽകിയതും ആരോഗ്യം നൽകിയതും വീട് നൽകിയതും സമ്പത്ത് നൽകിയതും എന്തെല്ലാം അള്ളാഹുവിന്റെ വായു ശ്വസിക്കുന്നത് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ഉപയോഗപ്പെടുത്തുക. അവിടെയാണ് അതിനുള്ള ശുക്റായി മാറുന്നത്. പത്താമത്തേതായി അവിടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ദഫർത്തും അംവാത്തക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടുന്നുണ്ട്, പക്ഷേ അവരുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു പരിഗണനയില്ല. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല, അവരെ കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല അവരുടെ കാര്യം എന്താണ്. അല്ലെങ്കിൽ അതായത് ഈ ഒരു മനുഷ്യൻ മരിച്ച് ഖബറിലെത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ല. നിങ്ങളോട് മറന്നുപോവുകയാണ്. ഈ ഖബറും മഹ്ശറയും മരണവും ഒക്കെ മറന്നുപോവുകയാണ്. ഈ ഒരവസ്ഥയിലേക്കല്ലേ മറമാടുക എന്നുള്ളതും മരിച്ചവരെ മറമാടുക എന്നുള്ളതും അവർക്ക് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ മഹത്വവും പുണ്യമുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷേ ഈ ഒരവസ്ഥ നമുക്കും വരുമെന്നുള്ള ഒരു ചിന്ത ചിലപ്പോഴൊക്കെ നമ്മിൽ നിന്ന് മറന്നു പോവാറുണ്ട്. അല്ലെങ്കിൽ 1-2 നിമിഷം 2-3 ദിവസം അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മറന്നുപോവുകയാണ്. നാളെ ഞാനും ഈ ഖബറിലേക്ക്, അല്ലെങ്കിൽ ഈ ആളുകൾ, ഈ കൂടിയ ആളുകളൊക്കെ നാളെ എനിക്ക് വേണ്ടി ആയിരിക്കും ഇങ്ങനെ കൂടുക എന്നുള്ളൊരു ചിന്ത ഇല്ലാതിരിക്കുക. ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ അവനോടുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന അവനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, അതോടൊപ്പം ആ ഖബറിന്റെ ഇടുക്കവും ആ ഇടുങ്ങിയ ജീവിതവും, ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. മഹാന്മാർ ഖബറിനെ ഓർത്ത് കരഞ്ഞ കഥ നമുക്കറിയാം. മഹാനായ സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ ആള്, ഇങ്ങനെയൊക്കെ മഹത്വമുള്ള മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു. അവിടുന്ന് ഖബർ കണ്ടാൽ കരയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ്? ഖബറിലെ ജീവിതം ഒറ്റക്കാണ്, ആരുണ്ടാവില്ല. ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ടാവും. അശറത്താൽ ആളുണ്ടാവും, സ്വർഗത്തിലാണെങ്കിൽ അവിടെ ആളുണ്ടാവും. പക്ഷേ നരകത്തിൽ എനിക്കാരുമില്ല, ഖബറിൽ എനിക്കാരുമില്ല, ഞാൻ ഒറ്റക്കാണ്. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹായെ മറവ് ചെയ്ത് ഖബറിന്റെ അടുത്ത് വെച്ച് അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ ഖബറെ, ഇതാരുടെ ഖബറാണെന്ന് നിനക്കറിയാമോ? ആരെയാണ് ഇതിൽ വെച്ചത് നിനക്കറിയാമോ? ബീവി ഫാത്തിമയാണ് ഇതിൽ വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. സ്വർഗത്തിലെ വനിതകളുടെ നേതാവാണ്. ഇങ്ങനെ മഹദിയായ ബീവി ഫാത്തിമയുടെ മഹത്വങ്ങൾ പറഞ്ഞ്, അതുകൊണ്ട് ഖബറെ, നിനക്കൊരു സ്വഭാവമുണ്ട്, ഖബറിലാകെ ആരെ വെച്ചാലും ഒന്ന് എടുക്കുക, ആ സ്വഭാവം ഇവിടെ കാണിക്കരുതെന്ന് പറഞ്ഞപ്പോ ഖബറിൽ നിന്ന് അശരീരി കേൾക്കുകയാണ്. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവിടെ ആളുടെ മഹത്വമല്ല ഇവിടേക്ക് വേണ്ടത്, ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ടോ, എന്നാൽ അവർക്ക് രക്ഷയുണ്ട് എന്ന് ഫാത്തിമ ബിയുടെ ഖബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ഖബറിന്റെ ഒരവസ്ഥ എന്തായിരിക്കും? നമ്മുടെയൊക്കെ ഖബറിന് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ ഖബറൊന്ന് എടുക്കുകയാണ്. ആ എടുക്കത്തിൽ 2 വാരിയെല്ലുകൾ കോർക്കപ്പെടുമെന്നാണ്. കൈവിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കുന്നതിന് സമാനമായി വാരിയെല്ലുകൾ കോർക്കപ്പെടുന്ന ഒരു സന്ദർഭം ഖബറിൽ വരാറുണ്ട്. അള്ളാഹുവേ, നിങ്ങളുടെ ഖബറിലെ ജീവിതം സന്തോഷത്തിലാക്കണേ അള്ളാഹ്. ഇങ്ങനെ ദുആക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ 10 കാര്യങ്ങളാണ്. ഈ 10 വിഷയങ്ങൾ മറന്നുപോയി. ഈ 10 വിഷയങ്ങൾ നിങ്ങൾ അങ്ങോട്ട് മറന്നുപോയപ്പോൾ നിങ്ങളിൽ നിന്ന് ദുആ സ്വീകരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് 1, അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹക്ക് കൂട്ടിയില്ല. 2-മത്തേത് ഖുർആൻ ഓതി അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. 3-മത്തേത് ഷെയ്ത്താനിന്റെ ഷെറിനെ തൊട്ട് കാവലിനെ തേടി, പക്ഷേ ഷെയ്ത്താന് കീഴ്പ്പെട്ട് അവനോടനുസരിച്ച് ജീവിച്ചുപോയി. 4-മത്തേതോ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞ് അവിടുത്തെ സുന്നത്തനുസരിച്ച് പ്രവർത്തിച്ചില്ല. 5-മത്തേത് സ്വർഗപ്രവേശം ആഗ്രഹിച്ച് ദുആ ചെയ്തു, എന്നിട്ടോ സ്വർഗത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. 6-മത്തേത് നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നരകത്തെ ശരീരത്തിലേക്ക് വലിച്ചെറിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു. 7-മത്തേത് മരണം യാഥാർത്ഥ്യമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ മരണത്തിന് വേണ്ടി ഒന്നും ഒരുക്കിയില്ല.
എട്ടാമത്തേത് പറഞ്ഞത് മറ്റുള്ളവരുടെ ന്യൂനതകൾ ഇങ്ങനെ പരിശോധിക്കുന്നു, സ്വന്തം ന്യൂനതകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഒമ്പതാമത്തത് പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുക, അത് ഉപയോഗപ്പെടുത്തുക, പക്ഷെ അതിൽ നന്ദി ചെയ്യാതെ പോവുക. പത്താമത്തത് മരണപ്പെട്ട ആളുകളൊക്കെ മറമാടുക, ആ മറമാടുകയും അത് ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ ഏർപ്പെടുക. പക്ഷേ എന്താണ് മരണത്തിന് ശേഷം അവിടെ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എന്തും ചിന്തിക്കുന്നത് സ്വന്തം അവനവന് കൂടെ അത് ഒന്ന് ഉപയോഗപ്പെടുത്താനാണ്. ഇങ്ങനെ ഒരു 10 കാര്യങ്ങളാണ് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത് പ്രാർത്ഥന ഉത്തരം കിട്ടാത്തതിന്റെ. ഇത് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ ബസറക്കാരായ ആളുകളോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ദുആക്ക് ഉത്തരം ലഭിക്കാത്തതുണ്ടാവാം, ഉത്തരം ലഭിക്കാനും ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇനി ദുആ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാനും നമുക്ക് അവസരമൊന്നുമില്ല. പക്ഷേ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് ദുആ സ്വീകരിച്ചേക്കാം. അല്ല, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ നിബന്ധനകളൊന്നും പാലിക്കാത്തവനാണ് ഞാൻ എന്നുള്ളൊരു ഓർമ്മ വരുമ്പോൾ ജീവിതത്തിൽ അതൊക്കെ പാലിക്കാനും അതൊക്കെ കൊണ്ടുവരാനും കഴിയും. അപ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ നമ്മുടെ ദുആയിൽ പങ്കാളികളാക്കുക. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് മറ്റൊരാളുകളെയും ചേർക്കുക. അവിടെ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണമാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മറ്റൊരാളുകളെയും പങ്കാളിയാക്കുക. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്, മറ്റൊരാളെ നമ്മൾ ദുആയിൽ പങ്കാളികളാക്കുക എന്നുള്ളത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ നമ്മളെ ആശീർവദിക്കും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അത് സഹായിക്കപ്പെടും. മാത്രമല്ല, നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ അവന് വേണ്ടിയും ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹു ഒരാൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയാണ്, പടച്ചോനെ ഇവനും പുറത്തു കൊടുക്കണമെന്ന്. ഇങ്ങനെ ആ ദുആക്ക് പങ്കാളികളാകും. അതുകൊണ്ട് ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടാൻ ഒരു കാരണം പറയുന്നുണ്ട്, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങൾ നേടിക്കിട്ടണമെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ആ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, മറ്റൊരാൾക്ക് ആ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ മലക്കുകൾ ഇതിനു വേണ്ടി ദുആ ചെയ്യാണ്, പടച്ചോനെ ഈമാനോടുകൂടി എന്റെ മാതാപിതാക്കൾ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പടച്ചോനെ ഇവനെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ആ ദുആയി മലക്കുകളുടെ ആമയും മലക്കുകളുടെ ദുആയും ഇവനും കിട്ടുകയാണ്. അപ്പൊ ഏത് കാര്യത്തിൽ പങ്കാളികളാക്കുമ്പോഴും മറ്റുള്ളവരും കൂട്ടുക. ഞാൻ തോർന്നിട്ട് ഓൻ അങ്ങനെ സ്വർഗത്തിൽ പോണ്ട എന്നൊക്കെ ചിലപ്പോൾ തമാശക്ക് എന്നെങ്കിലും പറയാറുണ്ട്. പക്ഷേ തമാശക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു പോയാലും നമ്മളെ കാര്യത്തിൽ അത് പറയാൻ പറ്റൂല. നമ്മളെ ദുആയിലൊക്കെ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മരുമകൻ ജാമാതാവ് ഒരു ദിവസം വീട്ടിലേക്ക് പോവാൻ. ജാമാതാവ് സഫ്വാൻ ബിൻ അബ്ദുല്ല എന്നവൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. സിറിയയിലാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ഉള്ളത്. അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് സഫ്വാൻ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് ചെല്ലുകയാണ്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം വീട്ടിലില്ല. എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയ ഭാര്യ മാതാവ് അവിടെ ഉണ്ട്, ഉമ്മു ദർദാ അവിടെ ഉണ്ട്. ഭാര്യ മാതാവിനോട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ഭാര്യ അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അദ്ദേഹത്തോട് ഭാര്യ മാതാവ് ചോദിക്കുകയാണ്, ഈ വർഷം നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. മരുമകനോട്, മകളുടെ ഭർത്താവിനോട് ചോദിച്ചു, ഈ വർഷങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ഉണ്ട്, അങ്ങനെ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾക്ക് നന്മ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്താണ് അങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമായ വ്യക്തി തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റൊരാളില്ലാത്തപ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന
അത് ഉത്തരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്മ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. മാത്രമല്ല, അവന്റെ തലക്കരികെ ഒരു മലക്കുണ്ടായിരിക്കും. അവൻ തന്റെ സഹോദരന് വേണ്ടി വല്ല ഗുണകരമായ കാര്യവും പ്രാർത്ഥിച്ചാൽ ആ മലക്ക് ആമീൻ ആമീൻ എന്ന് പറയുകയും നിനക്ക് അതിന് സമാനമായ ഗുണം ലഭിക്കട്ടെ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നന്മയ്ക്ക് വേണ്ടി തന്റെ സഹോദരന് ഒരു നന്മ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈ മലക്ക് ആമീൻ ഇങ്ങനെ പറയാണ്. പോരാ, ആമീൻ അവസാനിപ്പിക്കുന്നില്ല, തുല്യമായ ഗുണം നിനക്കും കിട്ടട്ടെ എന്നിങ്ങനെ പറയുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹാ തന്റെ മരുമകനായ സഫ്വാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സഫ്വാൻ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പുറപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങാടി വഴിയിലെത്തിയപ്പോ ഭാര്യാപിതാവായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട്. വഴിയിൽ വെച്ചാണ് ഭാര്യാപിതാവിനെ കാണുന്നത്. ആ വഴിയിൽ വെച്ച് കണ്ടപ്പോ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട് എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, ഈ സംഭവം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഒരാളുടെ അഭാവത്തിലുള്ള ദുആ അത് സ്വീകരിക്കുന്ന ദുആണെന്ന് പറഞ്ഞ് ഉമ്മു ദർദ പറഞ്ഞ് ഈ സംഭവം തന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു തന്റെ ജാമാതാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിൽ നമ്മൾ മറ്റുള്ളവരിലൊക്കെ പങ്കാളികളാക്കി നമ്മൾ ദുആ ചെയ്യുക. ഈ സമയത്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ വേണമെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പറയാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധുക്കള ഞങ്ങൾ പറഞ്ഞത് കേട്ടതിലും എന്തെങ്കിലും പോരായ്മകളോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹു നല്ലത് പറയാനും നന്മയിലായി ജീവിക്കാനും നന്മയിലായി മരിക്കാനും ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, അനുഭാവികൾ എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله. الحمد لله. شكرا يا سيدي. جزاك الله خيرا جزا. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും കേട്ടിരുന്ന ഒരുപാട് നല്ല 10 വിഷയങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നല്ലൊരു വിഷയങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ജോലിയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മുടെ സയ്യിദ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തങ്ങളോട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ കുടുംബത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. തങ്ങൾ പറഞ്ഞ വിഷയം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമ്മള് ശ്രദ്ധിക്കാത്ത വിഷയമാണത്. ഇത്ര വലിയ വിഷയങ്ങൾ അള്ളാഹുവിനെ അറിയാൻ ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ദുനിയാവില് അള്ളാഹു തന്ന നിഅമത്ത് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. പക്ഷെ റബ്ബുണ്ട് എന്നുള്ള ഒറ്റ വിചാരം നമ്മുടെ കൽബിലില്ല. ഒരുപാട് വിഷയങ്ങൾ അതുപോലെ വിശുദ്ധ ഖുർആനൊക്കെ ഓതുമ്പോൾ നമ്മൾ എത്രയോ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയായിട്ട് ഓതുന്നുണ്ട്. ഖുർആൻ ഓതാൻ തന്നെ പലർക്കും മടിയാണ്. അതുപോലെ ഷെയ്ത്താന്റെ ഷെറില് നമ്മൾ പെട്ടിട്ടുണ്ട്. ഷെയ്ത്താന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്ന് കാണുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ നബിയോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ കുറഞ്ഞു വരികയാണ്. അതുപോലെ സ്വർഗത്തിൽ കടക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ സ്വർഗത്തിൽ കടത്തണമെന്ന് ദുആ ചെയ്യും. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല.
എത്ര നല്ല വാക്കുകളാണ് നമുക്ക് തന്ന ഉപദേശങ്ങള്. അതുപോലെ നരകത്തിൽ കടക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ നരകത്തിൽ കടക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. ആഖിറസമാനിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ വാക്ക് എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കൾ എത്രയോ പേരുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ 152 ഐഡിയ ഉള്ളെങ്കിലും ഇതിലേക്ക് എത്രയോ ഇരട്ടി നമ്മുടെ റേഡിയോ ശ്രോതാക്കളുണ്ട്. അവരൊക്കെ സയ്യിദുകളുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ KMIC കൊണ്ട് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് റബ്ബിനെ നമ്മള് ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലെ, പിശാചിന്റെ ശർറിനെ തൊട്ട് നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയൊക്കെ അല്ലാഹു കാക്കുമാറാകട്ടെ. ആലിമുകളും സയ്യിദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ നമുക്കത് ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഈ KMIC കൊണ്ടൊക്കെ ഇതിനൊക്കെ നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ പേർക്ക് അല്ലേ, ഏകദേശം 13 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ KMIC നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോകണ എത്രയോ സാധുക്കൾ വന്ന് അൽമ പഠിച്ച് പോയവരുണ്ട്. എത്രയോ പേര് നമ്മോട് വിട പറഞ്ഞു പോയവരുണ്ട്. ഈ KMIC വന്നുകൊണ്ട് അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കാനും ചെയ്യുന്ന അമലുകൾ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ സാധിച്ചു. അൽഹംദുലില്ലാഹ് അവർ പലരും ലോകത്തോട് വിട പറഞ്ഞു പോയവരാണ്. ഇപ്പൊ നമ്മൾ എത്രയോ പേര് പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഓരോ ദിവസം കൂടുമ്പോൾ നമ്മളെ KMIC ഐഡികൾ കൂടി വരികയാണ്. റേഡിയോ ശ്രോതാക്കൾ എത്രയോ പേര് ഇന്ന് നമുക്ക് സജീവമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് റൂം കേൾക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഒരാളെ ഇതിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കൊടുന്നാല് ഒരിക്കലും തന്നെ നഷ്ടമാകില്ല അല്ലേ. അവരൊക്കെ പഠിക്കുന്ന അൽമനുസരിച്ച് നമുക്കും പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് സയ്യിദ് അവറുകൾ, അതുപോലെ ആലിമീങ്ങൾ, പണ്ഡിതന്മാരൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ സംവിധാനത്തെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എല്ലാവരും